മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകളിൽ നിന്നും. ഒരിക്കൽ അച്ഛൻ കൽക്കത്തയിൽ നിന്ന് വന്നപ്പോൾ പാമ്പിൻ കാവിലെ വള്ളികളും ചില്ലകളും വെട്ടിക്കളഞ്ഞ് അത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാക്കി തീർത്തു. മുത്തശ്ശിമാർ ഭയന്നു വിളർത്തു. അവർക്ക് അച്ഛനോട് നേരിട്ട് പരാതിപ്പെടുവാൻ ധൈര്യമുണ്ടായില്ല. സർപ്പകോപമുണ്ടാവുമെന്നവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. നാഗയക്ഷിയും ശിവലിംഗവും ചിത്രകൂട കല്ലുകളും ഒരു കാരണവശാലും ഇളക്കരുതെന്ന് സ്ത്രീകൾ പറഞ്ഞു. എന്നിട്ടും അച്ഛൻ സിമന്റ് കൊണ്ടൊരു അടിത്തറ നിർമ്മിച്ചു. പാമ്പിൻകാവിന് ചുറ്റും ഇരിക്കാനുള്ള തിണ്ണയുണ്ടാക്കി. ഇതൊന്നും പോരാഞ്ഞിട്ടാവാം പാമ്പിൻകാവിൽ 2 മ്ലേച്ഛ മരങ്ങൾ നട്ടു, ഗുൽമോഹർ മരങ്ങൾ. ആ കാലത്താണ് വലിയ കാഞ്ഞിരമരം ഇല്ലാതായത്. വീണതാണോ വീഴ്ത്തിയതാണോ എന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നില്ല. നാലപ്പാട്ട് തെക്കേമുറ്റത്ത് വീണിരുന്ന പച്ചപ്പൂക്കളും അവയുടെ നേർത്ത മണവും വെറും സ്മരണകളായി മാറി. പാമ്പിൻകാവിൽ പരി എന്ന മരത്തിന്റെ ചില്ലകളിൽ ഞങ്ങളെ കയറ്റിയിരുത്തിക്കൊണ്ട് അച്ഛൻ ഫോട്ടോ എടുത്തു. അന്ധവിശ്വാസങ്ങൾക്ക് വഴങ്ങാത്തവന് യാതൊരു അത്യാഹിതവും സംഭവിക്കുകയില്ല എന്ന് മുത്തശ്ശിമാരെ ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തലിൽ പക്ഷിക്കൂടുകൾ നിലത്തു വീണു, മുട്ടകൾ തകർന്നു, തിപ്പലി വള്ളികൾ നിലംപതിച്ചു, വിടർന്നു കഴിയാത്ത പൂക്കളും നിലംപതിച്ചു. ഊഞ്ഞാൽ തൂങ്ങിയിരുന്ന ഇലഞ്ഞിമരം മുറിക്കരുതെന്ന് അച്ഛൻ ജോലിക്കാരോട് പറഞ്ഞു. നീർമാതള മരവും രക്ഷപ്പെട്ടു. അച്ഛന് സമ്മാനമായി കിട്ടിയ ഒരു സാളഗ്രാമ കല്ല് അമ്മാവനും അമ്മമ്മയും കൂടി തെക്കിനിയിൽ ഒരു ക്ഷേത്രമുണ്ടാക്കി അതിൽ വെച്ച് പൂജിച്ചിരുന്നു. അമ്മമ്മ കോടി വസ്ത്രങ്ങൾ മാത്രമേ പൂജാസമയത്ത് ധരിച്ചിരുന്നുള്ളൂ. ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആരും കയറുന്നത് അമ്മമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ക്ഷേത്രം അശുദ്ധമാക്കും അവരൊക്കെ എന്ന് അമ്മമ്മ ശങ്കിച്ചു. ഋതുമതികളായാൽ ഉടനെ സ്ത്രീകൾ നാലപ്പാട്ട് വടക്കേക്കോലായിലേക്ക് നീങ്ങി. പിന്നീട് 3 ദിവസക്കാലം അവിടം തന്നെ ശരണം. വീട്ടുജോലികൾ ചെയ്യുവാൻ തങ്ങൾക്ക് അനുവാദമില്ലാത്തതിനാൽ സമയം ചെലവഴിക്കാനായി അവർ പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. ചങ്ങമ്പുഴിയുടെ രമണൻ, കുമാരനാശാന്റെ നളിനിയും ലീലയും, കപ്പന കൃഷ്ണമേനോന്റെ നോവലുകൾ എന്നിവയ്ക്ക് പുറമെ ആത്മപോഷിണി, കൈരളി, മഹിള മുതലായ പഴയ മാസികകളും അവർക്ക് കൂട്ടായി. തീണ്ടാരിയല്ലാത്തപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്ന സ്ത്രീകൾ ആ നാട്ടിൽ ദുർലഭമായിരുന്നു. ആ ദുർലഭ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എൻ്റെ അമ്മയും ചെറിയമ്മയും. നാലപ്പാട്ട് എല്ലാ കാലത്തും വെപ്പുകാരുണ്ടായിരുന്നതുകൊണ്ട് സ്ത്രീകൾ ആരും തന്നെ പാചക നിപുണകളാവാൻ ശ്രമിച്ചതുമില്ല. സ്ത്രീകളുടെ കടമകൾ ഭാരമേറിയവയായിരുന്നില്ല. വിളക്കുകൾക്കുള്ള തിരി കാലിൻ്റെ തുടമേൽ വെച്ച് തിരിക്കുക, സന്ധ്യയ്ക്ക് വിളക്കുകൾ കത്തിക്കുക, കൂവളത്തറമേലും പാമ്പിൻ കാവിലും 4 കോലായിന്മേലും തിരി കത്തിച്ചു വയ്ക്കുക, സന്ധ്യയ്ക്കു നിലവിളക്കിനരികെ ഇരുന്ന് ആഴ്ചപ്പതിപ്പ് ഉറക്കെ വായിക്കുക, നെല്ല് പുഴുങ്ങാനായി മച്ചിൽ നിന്ന് അളന്നെടുത്തു കൊടുക്കുക, പൂജാ സാമഗ്രികൾ തേച്ചു വെളുപ്പിക്കുക. അങ്ങനെ ഒട്ടും സാരമില്ലാത്ത ചില പ്രവൃത്തികൾ. ബാക്കിയെല്ലാം വേലക്കാരുടെ കടമകളായിരുന്നു. പ്രത്യേകം ചില എണ്ണകൾ ഉണ്ടാക്കുമ്പോൾ മേൽനോട്ടം വഹിച്ചിരുന്നത് വീട്ടിലെ സ്ത്രീകൾ തന്നെ ആയിരുന്നു. ഒരു ദിവസം ഉച്ചനേരത്ത് ഞാൻ മുകളിലെ വരാന്തയിൽ പായ് വിരിച്ചു കിടക്കുകയായിരുന്നു. അമ്മമ്മ ഒരു തക്ലിയിൽ നൂൽ നൂറ്റുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഗോയിശാരി എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ മുഷിഞ്ഞ തോർത്തു മാത്രം ചുറ്റിക്കൊണ്ട് തെക്കിനിയുടെ വാതിൽക്കൽ വന്നത്. ഒരു ഉരുളി വേണട്ടാ, അയാൾ പറഞ്ഞു. അമ്പാഴത്തേക്ക് ഒരു ലേഹ്യം ഉണ്ടാക്കാനാ. അമ്മമ്മ കോണിപ്പടികൾ ഇറങ്ങി. ഞാനും അവരെ അനുഗമിച്ചു. ഒരു ഉരുളി എടുത്തു കൊടുക്കാൻ അമ്മമ്മ വേലക്കാരിയോട് ആജ്ഞാപിച്ചു. ഇപ്പോൾ എടുത്തു തരൂ, അവിടെ നിൽക്കൂട്ടോ ഗോയിശാരേ, അമ്മമ്മ പറഞ്ഞു. അമ്പാഴത്തേല് ഉരുളില്ലാന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരണു ഗോയിശാരേ, വേലക്കാരി ചോദിച്ചു. അവിടത്തെ ഉരുളിയൊക്കെ വലുതല്ലേ, ഉള്ളേലും ചെറുത് ഇവിടത്തെ വലിയ ഉരുളിയുടെ എത്ര ഉണ്ടാവും, ഗോയിശാർ ചുവന്ന പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, കേക്കണ്ട അങ്ങടെ ഒരു ന്യായം, വേലക്കാരി വെറുവെറുത്തു. ഉരുളിയും ചുവന്ന് വൃദ്ധൻ നടന്നു മറയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൗപീനത്തിൻ്റെ വാല് ഞാൻ നോക്കിക്കൊണ്ടു നിന്നു. ഞാനും അവരും തനിച്ചായപ്പോൾ വേലക്കാരി പറഞ്ഞു. ഇക്ക് കേട്ടാ കല്ലി വരും, ഈ ആദി വർത്തമാനം പവറ് കാട്ടാണേ. ഇവിടെ ഉള്ളവരൊക്കെ കാശാര, അമ്പാഴത്തേക്കാരുന്ന് അയാൾ പറഞ്ഞുകൊണ്ട് വരണേ. കുട്ടിയുടെ അച്ഛന് വേണമെങ്കിൽ നാടെന്നെ കാശ് കൊടുത്തു വാങ്ങാം, അത് കുട്ടിക്ക് ഇഷ്ടണ്ട. കുട്ടിയുടെ അച്ഛനെ കഴിച്ചിട്ട് ഇവിടെ ഒരു കാശുകാരനുള്ളൂ, ആ ഇഷ്ടണ്ട. കുട്ടിയുടെ അമ്മ ഇങ്ങനെ വെള്ളക്കതർ ഉടുത്ത് നടന്നിട്ട് ആർക്കും വില ഇല്ലാത്ത. അമ്പാഴത്തേലെ പെണ്ണുങ്ങൾ നടക്കണ പോലെ അതിനും നടന്നൂടെ. 5-10 പവന്റെ മാലയും വളയും ഉണ്ടാക്കിച്ചൂടെ, കസവ് മുണ്ട് ഉടുത്തൂടെ. കാശില്ലാണ്ടേ അല്ലാലോ. കുട്ടിയുടെ അമ്മയെ ബാക്കിയുള്ളവർ പരിഹസിച്ച ആ ഗാന്ധിക്ക് എന്താ ചെയ്തോ?
കുട്ടിയുടെ അമ്മയെ ബാക്കിയുള്ളവർ പരിഹരിച്ച കുട്ടിക്കല്ലേ ചെയ്തോ? കുട്ടി പറയണ അമ്മ ഇനി നല്ലോണം ചമഞ്ഞ് നടക്കണമെന്ന്. ബാക്കിയുള്ളവരൊന്ന് കാണട്ടെ. ഓരോരുത്തരുടെയും ചെറി കൂടും കേട്ടോ. കുട്ടി പറയണം, കുട്ടി ശാഠ്യം പിടിക്കണം. ഇനി ആരും കുട്ടിയുടെ അമ്മ പരിഹസിക്കരുത്. എൻ്റെ അമ്മയെ പരിഹസിക്കണ്ടാ? എൻ്റെ അമ്മയെ ആരാ പരിഹസിച്ചത്? ഞാൻ ചോദിച്ചു. കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ചെറയിൽ കുളിക്കാൻ പോയപ്പോൾ കേട്ടതാ. എൻ്റെ കുട്ടിയെ ആ പണിക്കരുടെ ഭാര്യയല്ലേ ഇളിച്ചിക്കോതാ, അത് പറയാണേ ബാലാമണിയമ്മ കോൺഗ്രസ്സാന്ന്. കോൺഗ്രസ്സാ? അതെന്താ സാധനം? ഇക്ക് ശല്യ എൻ്റെ കുട്ടിയെ, ഇക്ക് ഇംഗ്ലീഷും പരന്ത്രീസും ഒന്നും അറിയില്ലേ. അത് നല്ല വാക്കല്ല എനിക്ക് മനസ്സിലായി. ഈ ഗാന്ധിയുടെ കൂട്ടരില്ലേ, അവറ്റെ പറ്റിയിട്ടാ പറയുന്നത് കോൺഗ്രസ് എന്ന്. വലിയ കുറച്ചിലായി എന്നല്ലേ പറയണ്ടു എൻ്റെ കുട്ടിയെ, വലിയ കുറച്ചിലായി. കൊടുങ്കാറ്റ് വീശിയ ദിവസം അമ്പാഴത്തേൽ ആരുടെയോ പിറന്നാളായിരുന്നു. ഞാനും ജ്യേഷ്ഠനും അമ്പാഴത്തേൽ വീട്ടിൽ നടന്ന സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു. ഊണിന് മുമ്പ് ഞങ്ങൾ മാലതിക്കുട്ടിയോടൊപ്പം സർപ്പക്കാവിലേക്ക് ചെന്നു. അവിടെ മീനാക്ഷിയേടത്തി പാമ്പുകൾക്കായി മഞ്ഞൾപ്പൊടിയും പാലും പഴവും നിരത്തി വയ്ക്കുന്നതും തിരി കത്തിക്കുന്നതും ഞങ്ങൾ കണ്ടു. മീനാക്ഷിയേടത്തി അമ്പാഴത്തേൽ വീട്ടുകാരുടെ ഒരകന്ന ബന്ധുവായിരുന്നു. ദരിദ്രയായിരുന്നതുകൊണ്ട് ആശ്രിതയും. അവർ കറുത്ത നിറമുള്ള ഒരു മധ്യവയസ്കയായിരുന്നു. എല്ലാവരോടും എല്ലായ്പ്പോഴും ക്ഷമായാചനം ചെയ്യുന്ന മുഖഭാവത്തോടെ അവർ ആ വീട്ടിലും പരിസരത്തും വിശ്രമമില്ലാതെ ഓടി നടന്നു. പറക്കാർ വന്നാൽ നെല്ല് കൊണ്ടുപോയി അവരെ സ്വീകരിക്കുക, തിരികൾ കത്തിക്കുക, കുട്ടികൾക്കായി തൈരു കലക്കി വെണ്ണ ശേഖരിക്കുക, നിറയുടെ ദിവസം അരിമാവിൽ കൈമുക്കി വാതിലിന്മേൽ മുദ്രകൾ ചാർത്തുക മുതലായ ലഘുകൃത്യങ്ങൾ മാത്രമേ അവർക്ക് നിർവഹിക്കേണ്ടതായിരുന്നുള്ളൂ. ബാക്കി ജോലികൾക്കെല്ലാം അസംഖ്യം ഭൃത്യരുണ്ടായിരുന്നു. എങ്കിലും മീനാക്ഷിയേടത്തിയില്ലാതെ ആ കുടുംബത്തിന് ഒരു ദിവസം കൂടി സ്വസ്ഥതയോടെ കഴിയുവാൻ സാധിക്കുമായിരുന്നില്ല. എത്ര നെല്ല് പുഴുങ്ങണമെന്നും എത്ര മുണ്ടുകൾ വെളുത്തേടത്ത് കൊടുത്തിരിക്കുന്നുവെന്നും കുട്ടികൾക്ക് എന്നാണ് വയറിളക്കാൻ ആവണക്കെണ്ണ കൊടുക്കേണ്ടതെന്നും മറ്റാർക്കും അറിഞ്ഞിരുന്നില്ല. എന്താ പാമ്പ് വരാത്തത്? ഞാൻ ചോദിച്ചു. മനുഷ്യർ നോക്കുമ്പോൾ പാമ്പ് വരുമോ കുട്ടിയെ? നമ്മൾ പോയ അപ്പം എഴിഞ്ഞു വരും കൃഷ്ണസർപ്പോ, മീനാക്ഷിയെടുത്തി പറഞ്ഞു. ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. നാലപ്പാട്ടേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ മാലതിക്കുട്ടിയും വന്നു. വീട്ടിലെത്തി 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ കാറ്റിൻ്റെ ശബ്ദം കേട്ടു. തെക്കേ പറമ്പിലെ തെങ്ങുകൾക്കിടയിൽ നിന്ന് കാറ്റ് ഒരു ഭയങ്കര മൂളലോടെ പെട്ടെന്നുയർന്നു. കുളക്കരയിൽ അടിച്ചു കിടന്നിരുന്ന കരിയിലകൾ കലഹിച്ചു പൊങ്ങി. മരങ്ങൾ ചില്ലകൾ ഇളക്കി. ഇലഞ്ഞി മരത്തിൽ കെട്ടിയിരുന്ന ഊഞ്ഞാലിൻ്റെ പടി മണ്ണിൽ വീണു. വല്ല കൊടുങ്കാറ്റോ മറ്റോ ആണോ? ശബ്ദം കേട്ടാൽ പേടി തോന്നണു, അമ്മമ്മ പറഞ്ഞു. അവർ ഞങ്ങളെ മുകളിലെ നടുവിലെ മുറിയിൽ ഇരുത്തി. ഞങ്ങൾക്ക് കളിക്കുവാൻ ഓട്ടുപകിടകൾ തന്നു. വെളിച്ചം മങ്ങിയതിനാൽ ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കുകയും ചെയ്തു. കൊച്ചുവോ, കിളിവാതിലൊക്കെ അടച്ചില്ലേ? മുത്തശ്ശി താഴത്തെ തെക്കിനിയിൽ നിന്നുകൊണ്ട് ഉറക്കെ ചോദിച്ചു. അടയ്ക്കാം അമ്മേ, ഞാനൊക്കെ അടയ്ക്കാം, അമ്മമ്മ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും തെക്കു പടിഞ്ഞാറെ കോണിൽ നിന്ന് ഒരു ജനാവലിയുടെ ഇരമ്പം പോലെ മഴയുടെ ഇരമ്പം ഞങ്ങൾ കേട്ടു. അമ്മമ്മ ശക്തി ഉപയോഗിച്ച് ജനവാതിൽ പാളികൾ കൂട്ടിയടച്ചു. അവരുടെ മുഖത്ത് മഴത്തുള്ളികൾ തിളങ്ങി. നേരം 4 മണി ആയിട്ടില്ല, മുറ്റത്ത് കൂരി ഇരുട്ട്, അമ്മമ്മ പറഞ്ഞു. ഇക്ക് കുട്ടിയോപ്പൂനെ കാണണം, മാലതിക്കുട്ടി പറഞ്ഞു. കുട്ടിയോപ്പ് സന്ധ്യ ആവുമ്പോഴേക്കും വരും, അമ്മമ്മ പറഞ്ഞു. ഇപ്പം അമ്പാഴത്തെ പോണം, മാലതിക്കുട്ടി പറഞ്ഞു. ഈ കാറ്റും മഴയൊന്ന് നിൽക്കട്ടെ, എന്നിട്ട് കുട്ടിയെ അമ്പാഴത്തേക്ക് അയച്ചു തരാം, അമ്മമ്മ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. മാലതിക്കുട്ടി ഉച്ചത്തിൽ തേങ്ങി തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ തെങ്ങു വീഴുന്ന ശബ്ദം കേട്ടത്. കൊച്ചിയെ, എന്തേ വീണ്? പെര വീഴിയോ? മുത്തശ്ശിയുടെ ചോദ്യം. അമ്മ പേടിക്കേണ്ട, വീണതൊരു തെങ്ങാ. മഴ മാറിയാ പോയി നോക്കാം. ഇപ്പം നാമം ചൊല്ലി വെറുതെ ഇരിക്കുക നല്ലത്, അമ്മമ്മ പറഞ്ഞു. അമ്മാമ്മൻ്റെ അമ്മ നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാവരും പിന്നീട് താഴത്തെ നിലയിലെ തെക്കേ അറയിൽ അഭയം പ്രാപിച്ചു. ആ മുറിയുടെ തട്ടിനാണ് ഏറ്റവും അധികം ഉറപ്പെന്ന് വലിയമ്മ പറഞ്ഞു. തെക്കിനിയിൽ വെള്ളം ഒഴുകി നടുമുറ്റം നിറഞ്ഞൊഴുകുകയായിരുന്നു. തെക്കേ അറയിലെ കട്ടിലിനു മീതെ അമ്മാവനും ഞങ്ങൾ കുട്ടികളും ഇരുന്നു. നിലത്ത് ചുരുട്ടിവെച്ച കോസറികളിൽ മുത്തശ്ശിമാരും അമ്മമ്മയും സ്ഥലം പിടിച്ചു. ഓവറയിൽ വേലക്കാരിയും അഭയം പ്രാപിച്ചു. മഴയും ഇടിവെട്ടും മിന്നലും വകവയ്ക്കാതെ നനഞ്ഞൊലിച്ചുകൊണ്ട് അമ്മായി വന്നെത്തി. ബാല എന്തിനായി വിഡ്ഢിത്തം കാണിച്ചത്? പനി പിടിച്ചു കിടന്നാലോ, അമ്മാമ്മൻ ചോദിച്ചു. അമ്മായി ചിരിച്ചു. കുട്ടിയോപ്പ് എത്തി, മാലതിക്കുട്ടി ആഹ്ലാദത്തോടെ പറഞ്ഞു. അമ്മായി മാലതിക്കുട്ടിയെ ആശ്ലേഷിച്ചു. ഭയം മാറിക്കിട്ടാൻ അക്ഷരശ്ലോകം ചൊല്ലി നോക്കാമെന്ന് ചെറിയമ്മ അഭിപ്രായപ്പെട്ടു.
ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന വള്ളത്തോൾ കൃതിയിൽ നിന്ന് പല ശ്ലോകങ്ങളും ചെറിയമ്മ പാടിത്തന്നു. അക്ഷരശ്ലോക മത്സരത്തിന് ആരും തയ്യാറായില്ല. എനിക്കൊരു ശ്ലോകവും തോന്നണില്ല, അമ്മമ്മ പറഞ്ഞു. പെര വീഴാഞ്ഞാ മതിയായിരുന്നു, മുത്തശ്ശി പിറുപിറുത്തു. അമ്മാവനും അമ്മായിയും മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വേലക്കാരി പെട്ടെന്ന് ഉച്ചത്തിൽ കരഞ്ഞു തുടങ്ങി. കരയുന്നതോടൊപ്പം അവർ തൻ്റെ ശിരസിൽ കൈകൾ കൊണ്ട് ഇടവിടാതെ മർദ്ദിക്കുകയും ചെയ്തു. ഇതെന്ത് പ്രാന്തായി കാട്ടല്? തല തല്ലി പൊളിക്കണോ? അമ്മമ്മ ചോദിച്ചു. ഇക്ക് ഇൻ്റോടത്തുള്ളവരെ ഇനി കാണാൻ സാധിക്കില്ലാലോ എൻ്റെ ഗുരുവായൂരപ്പ, ഇക്ക് ഇൻ്റോടത്തെ കാണാൻ സാധിക്കില്ലാലോ. ഈ മഴ മാറിയിട്ട് നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ പോരെ? മുത്തശ്ശി ചോദിച്ചു. ഈ മഴ മാറില്ലാലോ, ഇത് കൊടുങ്കാറ്റില്ലേ, ഇതിൽ നമ്മളൊക്കെ ചാവൂലോ? വേലക്കാരി വിതുമ്മി കരഞ്ഞു തുടങ്ങി. ഇവൾക്ക് എന്താ ഭ്രാന്താ? അമ്മമ്മ ചോദിച്ചു. മരങ്ങൾ നിലംപതിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. പടിഞ്ഞാറെ പറമ്പിൽ നിന്നും ഒരു പട്ടിയുടെ മോങ്ങലും. അയ്യോ ശങ്കര, ആ തൊഴുത്ത് വീണാലോ, പൈക്കളെ കൊട്ടത്തളത്തിൽ കെട്ടിക്കോളോ, അമ്മമ്മ പറഞ്ഞു. ശങ്കരൻ റാന്തലുമെടുത്ത് തൊഴുത്തിലേക്ക് ഓടി. പശുക്കൾ കരഞ്ഞു. തൊഴുത്ത് വീഴില്ല വല്യമ്മേ, അതിൻ്റെ മല്ലിന് നല്ല ഉറപ്പാ, ശങ്കരൻ മടങ്ങി വന്ന് പറഞ്ഞു. എന്നാ പൈക്കൾ അവിടെ തന്നെ നിൽക്കട്ടെ. മുറ്റത്ത് മുട്ടിന് വെള്ളമുണ്ട്, ശങ്കരൻ പറഞ്ഞു. ഞങ്ങൾക്ക് നീന്തണം, ഞാൻ പറഞ്ഞു. നടുമുറ്റത്ത് നീന്താം, ജ്യേഷ്ഠൻ പറഞ്ഞു. വെള്ളം ഐസ് പോലെ തണുപ്പാണ്, ഞാൻ നടുമുറ്റത്തെ വെള്ളം തൊട്ടുകൊണ്ട് പറഞ്ഞു. വെള്ളത്തിൽ കളിക്കാതെ കുട്ടിയോളെ, അമ്മമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വീണ്ടും കട്ടിലിൽ സ്ഥാനം പിടിച്ചു. തെക്കോട്ടുള്ള വാതിൽക്കൽ ആരോ മുട്ടിയെന്ന് ഞങ്ങൾക്ക് തോന്നി. ശങ്കരൻ വാതിൽ തുറന്നു. ഇറയത്ത് നനഞ്ഞൊലിച്ച നായി, അമ്പാഴത്തേക്കാരുടെ വളർത്തുനായി, തുമ്പി, കറുപ്പും വെളുപ്പും നിറമുള്ള മൃഗം. അല്ല, ഇതാരാ തുമ്പിയാ? നനഞ്ഞൊലിച്ചെടുക്കണൂലോ. ബാലാമണിയമ്മയുടെ കൂടെ ഇറങ്ങിപ്പോന്നതായിരിക്കും പാവം, ശങ്കരൻ പറഞ്ഞു. ഞങ്ങൾ തുമ്പിയെ നോക്കി. തുമ്പി ഞങ്ങളെയും. അവൻ തണുപ്പിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശങ്കരൻ ഒരു ചാക്കെടുത്ത് കോലായിൽ വിരിച്ചു. ഇവിടെ കിടന്നോളൂട്ടോ, കൊടുങ്കാറ്റല്ലേ, ഇപ്പം ആരാ മനുഷ്യൻ ആരാ നായാന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കിടന്നുറങ്ങിക്കോളോ തുമ്പിയെ. തുമ്പി ചാക്കിൽ കിടന്ന് ചാരിതാർത്ഥ്യത്തോടെ എന്നെയും ജ്യേഷ്ഠനെയും നോക്കി. രാത്രി മുഴുവനും ഞങ്ങൾ തെക്കേ അറയിൽ കഴിച്ചുകൂട്ടി. ഉണർന്നപ്പോൾ മഴ നിലച്ചു കഴിഞ്ഞിരുന്നു. പടിവാതിൽ തുറക്കണേ എന്ന് ആരോ ദയനീയമായി യാചിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. പടിവാതിൽ തുറക്കപ്പെട്ടു. അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ബാലൻ എന്ന യുവാവ് പുഞ്ചിരി തൂകി. വടേക്കരേന്ന് വരിക, ഇവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, അമ്മമ്മ പറഞ്ഞു. ബാലൻ എങ്ങനെ വന്നു? ഞാൻ നേരെ പുലരണേൻ്റെ മുമ്പ് പുറപ്പെട്ട് വെള്ളത്തുകൂടെ നടന്നു. ബാലനെ സമ്മതിക്കണം. എത്ര പെരയാ വീണടക്കണ്, എത്ര മരാ വീണടക്കണ്, കോഴി ചത്ത് കിടക്കണു, ആട് ചത്ത് പൊങ്ങിയടക്കണു, വല്ലാത്ത കാഴ്ച. അകത്തേക്ക് വരുമോ ബാല, മുണ്ട് മാറ്റി ചിറ്റിക്കോളോ. വടേക്കരേന്ന് ഞങ്ങൾക്ക് വല്ലതും കൊടുത്തയച്ചിട്ടുണ്ടോ? മുറുക്കുണ്ടോ, ഈത്തപ്പഴുണ്ടോ, ഞാൻ ചോദിച്ചു. ഇല്ല കുട്ടിയെ, ബാലൻ വെറും കൈ ആയിട്ടാ പോന്നത്. ബാലൻ തൻ്റെ പൊങ്ങിയ പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. മുറുക്കും ഈത്തപ്പഴവും ചോദിക്കേണ്ട സമയം, അമ്മാമൻ്റെ അമ്മ പിറുപിറുത്തു. ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി.